ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവർക്കുള്ള ഫുഡ് എങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. രാവിലെ ഫുഡ് കൊടുത്തായിരുന്നു. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. ഇവിടെ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് 2 മക്കളാണുള്ളത്. ഒരാൾക്ക് 2 വയസ്സായിട്ടുണ്ട്. ഇയാൾക്ക് 1 വയസ്സാവാൻ പോകണേ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും നോർമലായിട്ട് ഞാൻ ചോറാണ് കൊടുക്കാറ്. ചോറ് കൊടുക്കുന്നത് വേറെ ഒരു നമ്മൾ എന്തെന്നാ കുക്കറിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കുക്കറിൽ വെജിറ്റബിൾസും എന്തെങ്കിലും പരിപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളും. ഒരു മൂത്തയാളും കഴിച്ചോളും. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് അവർക്ക് കൊടുക്കുന്ന ഫുഡ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ്. ആ ചോറ് ഇങ്ങനെ ഒരു ഹാഫായിട്ട് അതിൽ പെട്ടിക്കുന്നത് ക്യാരറ്റ്, ഗ്രീൻ പീസ്, പിന്നെ ഇച്ചിരി ഉപ്പ്, ഇച്ചിരി പേരിനാണ് ഇച്ചിരി ഉപ്പിട്ടിരിക്കുന്നത്. പിന്നെ ഇച്ചിരി ഇനി അതൊന്ന് ഉടച്ചിട്ട് നമുക്ക് നെയ്യും കൂടെ ഒഴിച്ച് കുട്ടികൾക്ക് കൊടുക്കാം. ഇതാണ് ചോറ്. അപ്പോൾ ഈ ചോറ് നമ്മളിങ്ങനെ വേവിച്ച് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുത്ത ചോറാണ്. ചോറ്, ക്യാരറ്റ്, ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഇതാണ് എന്താ ബീൻസ്, അതായത് ഗ്രീൻ പീസ് ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ സാധാരണ പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് നമുക്കിനി ഇളയാക്കി കൊടുക്കാനാണ്. അപ്പോൾ ഇളയാക്കി കൊടുക്കാനായതുകൊണ്ട് മിക്സിലിട്ട് ഒരു ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊരു ഗ്രൈൻഡ് ചെയ്യാം. ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്യാം. ഒരുപാട് പേസ്റ്റ് ആക്കണ്ട. ഇത് അല്ലാണ്ട് യൂഷ്വലായിട്ട് കഴിക്കും. പിന്നെ ക്യാരറ്റൊക്കെ മുഴുവനോടെ കിടക്കുന്ന അടിച്ചെടുക്കും. ചെറുതായിട്ടൊന്ന് മിക്സി നമ്മൾ തിരിച്ച് പൾസ് ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കാം. മോനെ നന്നായിട്ട് കഴിച്ചോളും. നമുക്ക് പൾസ് ചെയ്ത് ചോറൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് ആക്കാം. അതൊക്കെ ഏത് ബൗളിലാണ് നോക്കാം. ആ ബൗളിലേക്ക് ചെറുതായി ഇത് കടിക്കാനൊക്കെ കിട്ടുന്ന ചോറ്. ഒരുപാട് അടിച്ചെട്ടാ ചോറ് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഇത് കടയിൽ നിന്നുള്ള നെയ്യാണ്. 1 സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. ഇവിടെ ഇടയ്ക്ക് ശബ്ദങ്ങളൊക്കെ കേൾക്കും. അത് കുട്ടികളുള്ളതുകൊണ്ടാണ്. അത് കാര്യമൊക്കെ എടുക്കണ്ട. ശബ്ദങ്ങൾ അവരവരുടെ രീതിയിൽ കളിക്കുന്നതാണ്. അപ്പോൾ അത് കാര്യമായിട്ട് എടുക്കണ്ട. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇളയാക്കാണ് കൊടുക്കുന്നത്. ഇളയാക്കി ഇത് കൊടുക്കുന്നതാണ്. അപ്പം നമുക്കിത് കൊടുത്തു നോക്കാം. കഴിക്കുന്ന ഫുഡാണ്. ശരിക്കും ചോറ് ഇഷ്ടമാണ്. നമുക്ക് കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് ചോറൊക്കെ ഒന്ന് വേവിച്ച് ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കനൊക്കെ മിക്സ് ചെയ്യാം. അപ്പോൾ ചിക്കൻ കിട്ടുന്ന ദിവസം ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കഴിച്ചോളൂ, ഇഷ്ടമാണ്. അപ്പം ഇതുപോലെ ചോറൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കഴിച്ചോളും. അവർക്ക് ഇഷ്ടമായിരിക്കും. ഈ ഗ്രീൻ പീസും അതുപോലെ പരിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമായിരിക്കും. എൻ്റെ മോൻ കഴിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അപ്പം ഈ ചാനൽ കണ്ട് ഇഷ്ടമായൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പം ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഇനി മറ്റൊരു വീഡിയോ വേണ്ടി കാണാം.